നമ്മൾ പല ടൈപ്പ് അത്തിമരങ്ങൾ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പല ടൈപ്പ് ആൽമരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മരം കണ്ടാലോ അത്തിയാൽ എന്ന് പറയും. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചേക്കുന്നതല്ല, ഇത് രണ്ടും ഒറ്റ മരമാണ്. ഇതിനെ അങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരത്തിൻ്റെ തടിയോട് സാദൃശ്യമാണ് ഇതിന്. ആൽമരങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇതിന് വായുവിലൂടെ ഇതിൻ്റെ വേരുകൾ, ആ ഒരു തടിയുടെ പ്രത്യേകത എല്ലാം നമുക്ക് പെട്ടെന്ന് ആൽമരത്തെ തിരിച്ചറിയാൻ പറ്റും. അത്തിമരത്തിൻ്റെ രൂപസാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിപ്പഴത്തിൻ്റെ കായ്കളോട് രൂപസാദൃശ്യമുള്ള കായ്കളാണ് ഈ മരത്തിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നത് കൊണ്ടാണ് ഈ മരത്തിന് അത്തിയാൽ അല്ലെങ്കിൽ അലിയത്തി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന വായു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ നാളുകളോളം നമ്മളൊരു മരം വെച്ച് കഴിഞ്ഞാൽ നാളുകളോളം 10-100 വർഷത്തിന് മേളിലൊക്കെ ആയുസ്സുള്ള ഒരു മരമാണിത്. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ പേരിൻ്റെ ഒരു രസം തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. കാരണം അത്തിമരവും ആൽമരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു മരം. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ വേരുകൾ കണ്ടോ? അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കായ്കളും. അത്തിപ്പഴത്തിൻ്റെ കായ്കളോട് സാദൃശ്യമുണ്ട്, ആൽമരത്തിൻ്റെ തടിയോട് സാദൃശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്.